ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മളിന്ന് ഒരു യോഗ സെഷനാണ് ചെയ്യാൻ പോകുന്നത്. യോഗ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതലേ യോഗ ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ് യോഗ ചെയ്യുന്നത്? നമ്മളെന്നും യോഗയൊന്നും ചെയ്യാറില്ല. പക്ഷേ യോഗ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായ ഉപകാരങ്ങളുണ്ട്. യോഗ എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. പലവിധ അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ് യോഗ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് യോഗ. അതൊരു ജീവിത രീതി കൂടിയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ യോഗാസനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മൾ ശവാസനത്തിലൂടെയാണ് യോഗ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ശവാസനം തുടങ്ങാം. അപ്പോൾ നമ്മൾ ശവാസനത്തിലേക്ക് കിടക്കുകയാണ്. ശവാസനം ചെയ്യുമ്പോൾ നമ്മൾ കാലുകൾ അകറ്റി വെക്കുക. അതിനുശേഷം കൈപ്പത്തി ഇങ്ങനെ ഉയർത്തി വെക്കുക. എന്നിട്ട് പരമാവധി ശരീരം ഫേം ആക്കുക, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക. കൈ ഇങ്ങനെ തുറന്നു വെക്കണം. കൈയുടെ പാം എന്ന് പറയുന്നത്, അതായത് കൈയിലെ പത്തി തുറന്ന് ശരീരം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വേണം കിടക്കാൻ. എന്നിട്ട് പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. അപ്പോൾ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ റിലാക്സ് ചെയ്യുക. ബ്രീത്തിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കണ്ണുകൾ അടച്ച് തന്നെ വേണം. കണ്ണുകൾ അടച്ച് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൈകൾ ഇങ്ങനെ വെച്ച് റിലാക്സ് ചെയ്യുക. പുരുകത്തിൻ്റെ ഇടയ്ക്കോട്ട് കോൺസെൻട്രേഷൻ വരുത്തുക. പുരുകത്തിന് നടുക്കായിട്ട് കോൺസെൻട്രേഷൻ വരുത്തുക. എല്ലാം കയ്യും കാലും അഴിച്ചിടുക. വളരെ റിലാക്സ് ചെയ്ത് ശവാസനം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിന് സന്തോഷവും പിന്നെ സമാധാനവും, അതുമാത്രമല്ല നല്ല റിലാക്സേഷൻ ടെക്നിക്കാണ്. പിന്നെ നല്ല കോൺസെൻട്രേഷനും ഒരു പീസ് ഓഫ് മൈൻഡ്, കാം മൈൻഡ്, വളരെ ശാന്തമായൊരു മനസ്സുണ്ടാകാനും ഈ എക്സസൈസ് വളരെ ഉപകാരപ്രദമാണ്. അപ്പം വളരെ നല്ല രീതിയിൽ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ഇൻഹേൽ ചെയ്യണമെന്നില്ല, പക്ഷെ ബ്രീത്തിങ് പോകുന്നത് അത് ശ്രദ്ധിക്കുക. പിന്നെ ഐബ്രോസിൻ്റെ നടുക്കായിട്ട് കോൺസെൻട്രേഷൻ വരിക. അടുത്തതായിട്ട് കൈകൾ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യുക. ഇന്റർലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. കണ്ണുകൾ അടച്ച് തന്നെ. പിന്നെ റൈറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. കൈ സ്ട്രെച്ച് ചെയ്ത് തന്നെ പിടിക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡ്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡ്. ഈ കൈകൾ തിരിച്ച് നോർമൽ പൊസിഷനിൽ കൊണ്ടുവരിക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. സാവധാനം കണ്ണുകൾ തുറക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് തിരിയുക, ടേൺ ചെയ്യുക. തിരിച്ച് ഒരു കംഫർട്ടബിൾ സിറ്റിംഗ് പൊസിഷനിലേക്ക്, അതായത് സുഖാസനത്തിലേക്ക് വരിക. അപ്പം നമ്മൾ തിരിച്ച് സുഖാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കുക. ഈ ഇരിക്കുന്നത് സുഖാസനമാണ്. സുഖാസനത്തിൽ ചിൻമുദ്ര, അതായത് കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക. ചിൻമുദ്രയിൽ ഇരിക്കുക.
ഈ പൊസിഷൻ ഇരുന്നുകൊണ്ട് തന്നെ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. അതിനുശേഷം ബ്രീത്തിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ റിലാക്സ് ചെയ്യുക. ഏകദേശം ഒരു മിനിറ്റോളം ഈ പൊസിഷനിൽ തന്നെ ഇരിക്കുക. ബ്രീത്തിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. Inhale slowly. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. ഇൻഹെയിൽ ചെയ്യുമ്പം പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരിക. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം എക്സ്ഹെയിൽ ചെയ്ത് കളയുക. അതിനുശേഷം സൈലൻ്റായിട്ട് പ്രേ ചെയ്യുക. സൈലൻ്റായിട്ട് പ്രേയറിലേർപ്പെടുക. റിലാക്സ് ചെയ്യുക. സാവധാനം കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വാർമിംഗ് അപ്പ് സെഷനാണ്. വാർമിംഗ് സെഷന് വേണ്ടി നമ്മൾ നെക്ക് എക്സസൈസ് ആണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ടത് നെക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യം നെക്ക് കഴുത്ത് താഴോട്ട്, അതായത് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ബെൻഡ് ചെയ്യുക. ഇൻഹെയിൽ. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. നമ്മളിപ്പോൾ നെക്ക് എക്സസൈസ് ആണ് ചെയ്തത്. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ ശരീരത്തിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാനും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും സഹായിക്കും. ഇത് നമ്മൾ സൈഡ് വേസ് ആണ് ചെയ്യാൻ പോകുന്നത്. നെക്ക് എക്സസൈസിൻ്റെ സൈഡ് വേസ്. ആദ്യം ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നെക്ക് ഇങ്ങനെ സൈഡ് വേസ് ഇടുക. തിരിച്ച് സെൻട്രൽ പൊസിഷനിലോട്ട് എക്സെയിൽ ചെയ്തുകൊണ്ട് വരിക. അതുപോലെ തന്നെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് നെക്ക് പരമാവധി റൊട്ടേറ്റ് ചെയ്യുക. എക്സെയിൽ ചെയ്തുകൊണ്ട് സെൻറ്ററിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ ഒരു 3 തവണ ചെയ്യുക. ഇങ്ങനെ 2 തവണ 2 സൈഡിലേക്കും എക്സ്ഹെയിലും ഇൻഹെയിലും ചെയ്ത് സെൻറ്ററിലേക്ക് വരുമ്പോൾ എക്സ്ഹെയിൽ ചെയ്യുക, സൈഡിലേക്ക് പോകുമ്പോൾ ഇൻഹെയിൽ ചെയ്യുക. അപ്പോൾ 2 സൈഡും റൈറ്റും ലെഫ്റ്റും ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മാത്രം നമ്മളിത് ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മുടെ ശരീരത്തിന് കൂടുതൽ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റങ്ങൾ വരും. മൊത്തത്തിലുള്ള ശരീര ഫങ്ഷനിങ്ങിന് മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രെച്ച് ചെയ്യുന്നത്. ഇനി നെക്ക് റൊട്ടേഷൻ ആണ്, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഫസ്റ്റ് ഇൻഹെയിൽ ചെയ്യുക, എക്സ്ഹെയിൽ ചെയ്യുക.
വീണ്ടും ഇൻഹേൽ ചെയ്യുക, എക്സ്ഹേൽ ചെയ്യുക. ശ്വാസം എടുത്ത് ശ്വാസം വിടുക, ശ്വാസം വിടുക, ശ്വാസം എടുക്കുക, ഇൻഹേൽ, എക്സ്ഹേൽ. അടുത്തായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് നെക്ക് റൊട്ടേഷൻ ആണ്. അതിനായിട്ട് ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. അടുത്തായിട്ട് നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ റൊട്ടേഷൻ നോർമൽ ബ്രീത്തിങ്ങിൽ തന്നെ ചെയ്യാം. ഫിംഗേഴ്സ് ഷോൾഡേഴ്സിൽ വെക്കുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇനി ആന്റി ക്ലോക്ക് വൈസ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എൽബോ ബെൻഡിങ് ആണ്. അതിനായിട്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, പാം ഫേസിങ് അപ്വേർഡ്സ് ആണ്, ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. അതിനു മുമ്പ് ഇൻഹേൽ ചെയ്തുകൊണ്ട് ആദ്യം ഇവിടെ ടച്ച് ചെയ്യുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, പാം ഫേസിങ് അപ്വേർഡ്സ്. എക്സ്ഹേൽ ചെയ്യുക. ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഈ ഫിംഗേഴ്സ് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇൻഹേൽ, എക്സ്ഹേൽ, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. ഇനി റിസ്റ്റ് റൊട്ടേഷൻ ആണ്. റിസ്റ്റ് റൊട്ടേഷന് വേണ്ടി നമ്മൾ റിസ്റ്റ് ഇങ്ങനെ കൈ ചുരുട്ടി പിടിക്കുക, അതിനുശേഷം ബ്രീത്ത് ചെയ്യുക. ഇൻഹേൽ, റിസ്റ്റ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്, റിസ്റ്റ് റൊട്ടേഷൻ ആണ്. ഈ ആൻറ്റി റിസ്റ്റ്, ആൻറ്റി ഇങ്ങോട്ടുള്ള ഈ സൈഡിലേക്കാണ് റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. അടുത്തായിട്ട് ഹാൻഡ് ക്ലെൻജിങ് ആണ്. ഹാൻഡ് ക്ലെൻജിങ് എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. ഇത് കഴിഞ്ഞ് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുറുക്കി പിടിക്കുക. ഷോൾഡർ ലെവലിൽ വേണം നിർത്താൻ. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. ഇങ്ങനെ ചുരുട്ടി പിടിക്കുക, എന്നിട്ട് ഇൻഹേൽ ചെയ്യുക, എക്സ്ഹേൽ. അതൊക്കെ റിലീസ് ചെയ്യുക. അടുത്തായിട്ട് ഹിപ്പ് ബെൻഡിങ് ആണ്. ഹിപ്പ് ബെൻഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്വാസം എടുത്തുകൊണ്ട് ഇനി ആന്റി ക്ലോക്ക് വൈസ്.
ഗ്രിപ്പിന് കൂടുതൽ ശക്തി കിട്ടാനും സഹായിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നീ ബെൻഡിങ്ങിന് വേണ്ടി കൈ ഇങ്ങനെ ബട്ടക്സിൻ്റെ അടുത്ത് വെക്കുക. അതിനുശേഷം കാലിങ്ങനെ ഇട്ട് വെക്കുക. അത് കഴിഞ്ഞ് പതുക്കെ സ്ലോലി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞ് എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് ഇൻഹെയിൽ എക്സ്ഹെയിൽ പതുക്കെ ചെയ്യണം. ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇൻഹെയിൽ എക്സ്ഹെയിൽ. ഇനി അടുത്ത കാലിനാണ് ചെയ്യുന്നത്. ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇൻഹെയിൽ എക്സ്ഹെയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. നമുക്ക് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. 1 2 3. ഇനി ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇതാണ് ആംഗിൾ റൊട്ടേഷൻ. 3 to 5 ടൈംസ് ചെയ്യാം. ഇനി ആംഗിൾ ബെൻഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് പരമാവധി കാല് ബെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് എക്സ്ഹെയിൽ. ഇതാണ് ആംഗിൾ ബെൻഡിങ്. ആംഗിള് പരമാവധി ബെൻഡ് ചെയ്യുക, ഉയർത്തുക. ഇങ്ങനെയൊരു 3 to 5 ടൈംസ് ചെയ്യുക. ഇനി നമ്മൾ ആസനകൾ തുടങ്ങാൻ പോവാണ്. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനമാണ്. ഭുജംഗാസനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. ശരീരത്തിനും മനസ്സിനും, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ നട്ടലിൻ്റെ പ്രശ്നങ്ങളും നടുവേദനയൊക്കെ മാറാനാണ് ഈ ഭുജംഗാസനം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഭുജംഗാസനം ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റൊമക്ക് നിലത്ത് വെട്ടുക, കൈകൾ സൈഡ് വെക്കുക, ഫോർഹെഡ് ഫ്ലോറിൽ മുട്ടിച്ച് കിടക്കുക, കൈകൾ രണ്ടും സൈഡിൽ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ശരീരം നല്ല ഉയർത്തുക. പതുക്കെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ശരീരം ഉയർത്തുക. കൈകൾ രണ്ട് സൈഡിൽ വെക്കണം. പരമാവധി റേസ് ചെയ്യുക. ബോഡി ഒരു ആർക്ക്, അതായത് വളഞ്ഞ് അല്ല ആർക്ക് പൊസിഷനിൽ വരണം. ഇങ്ങനെ ഒരു 15 സെക്കൻഡ് വന്നിരിക്കണം. ബ്രീത്ത് ചെയ്തുകൊണ്ട്, ഇൻഹേൽ ചെയ്തുകൊണ്ട്. ഇങ്ങനെ റേസ് ചെയ്യേണ്ടത് ടോർസോ ഇങ്ങനെ റേസ് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ റേസ് ചെയ്ത് ഫ്ലോറിൽ നിന്ന് റേസ് ചെയ്ത് ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ നിൽക്കണം. കൈകൾ സൈഡിലും എന്നിട്ടിങ്ങനെ സ്റ്റൊമക്ക് ഫ്ലോറിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് ടോർസോ ഇങ്ങനെ പരമാവധി കൊടുക്കുക. ഇങ്ങനെ ഒരു 10 to 15 സെക്കൻഡ്സ് നിൽക്കണം. ഇങ്ങനെ
ഇറേസ് ചെയ്ത് നിർത്തിയിട്ട് എസ്കെയിൽ ചെയ്തുകൊണ്ട് പതുക്കെ എസ്കെയിൽ ചെയ്തുകൊണ്ട് വേണം താഴെ പോകാൻ. അത് കഴിഞ്ഞ് ഫോർത്തിട്ട് നിലത്ത് മുട്ടിക്കുക, കൈകൾ സൈഡിലോട്ട് കൊണ്ട് റിലാക്സ് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്തത് ഭുജംഗാസനമാണ്, അതർവൈസ് കോബ്ര പോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കോബ്ര ഉയർന്നിരിക്കുന്ന പോലെ വി റേസ് അവർ ടോർസോ. നമ്മുടെ ടോർസോ ഒരു 10 മുതൽ 15 സെക്കൻഡ്സ് വരെ ഉയർത്തി നിന്ന് ഇൻഹെയിൽ ചെയ്ത് വീണ്ടും താഴേക്ക് എക്സ്ഹെയിൽ ചെയ്ത് വരുന്നതാണ് ഭുജംഗാസനം. അപ്പോൾ ഇത് ഭുജംഗാസനം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്പൈൻ വളരെ ഫ്ലെക്സിബിൾ ആവുകയും മറ്റ് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലത്തിനൊക്കെ ഒരു പരിഹാരം കോബ്ര പോസിലോ അല്ലെങ്കിൽ ഭുജംഗാസനത്തിലൂടെ നമുക്ക് ലഭിക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനമാണ്, അതർവൈസ് ബട്ടർഫ്ലൈ പോസ്. നമ്മളൊരു ശലഭത്തെ പോലെ, ഒരു ബട്ടർഫ്ലൈയെ പോലെ ആണ് നമ്മൾ ആ ഒരു പൊസിഷനിൽ വരുന്നതാണ്. ഈ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ തൈസിനും ബട്ടക്സിനും ആംസിനും പ്രത്യേകിച്ച് റിസ്റ്റിനും പിന്നെ ലോവർ അബ്ഡോമിൻ അതായത് അടിവയറിനുമൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു എക്സസൈസാണ് ശലഭാസനം. അപ്പോൾ നമുക്ക് ശലഭാസനം ചെയ്യാം. ശലഭാസനം ചെയ്യുന്നത് നമ്മുടെ ചില്ല് ഈ ഫ്ലോറിൽ നിന്ന് മൊത്തം, ഹാൻഡ്സ് ഈ തൈസിൻ്റെ സൈഡിലേക്ക് വരണം. ചിന്ന് ഫ്ലോറിൽ തന്നെ മുട്ടി വേണം. അത് കഴിഞ്ഞ് സാവധാനം ബ്രീത്ത് ചെയ്തുകൊണ്ട്, അതായത് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കാല് പൊക്കി കൈ രണ്ടിങ്ങനെ സൈഡിൽ കീപ്പ് ചെയ്ത് കാലിങ്ങനെ പൊക്കി വെക്കും. ചിന്ന ഫ്ലോറിൽ തന്നെ ആയിരിക്കും. അതിനുശേഷം കൈകൾ രണ്ടും ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ചിന്നിൻ്റെ എടുക്കുക. അതിനുശേഷം റെസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത് ശലഭാസനം. ശലഭാസനം ചെയ്യുന്നതിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്നു. പിന്നെ നമ്മുടെ റിസ്റ്റിന്, കൈയുടെ റിസ്റ്റിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി, റിസ്റ്റിന് മാത്രമല്ല നമ്മുടെ വയറിനും പിന്നെ ഒത്തിരി ഫാറ്റ് കുറയ്ക്കാനും ഈ ശലഭാസനം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നു, അങ്ങനെ പലവിധ ഗുണങ്ങളും കിട്ടുന്നു. ഇനി നമ്മൾ തിരിച്ച് തന്നെ സുഖാസനത്തിലേക്ക് പദ്മാസനത്തിലേക്ക് തിരിച്ചു വരിക. പഴയ ആദ്യം വന്ന പൊസിഷനിലേക്ക് സുഖാസനത്തിലേക്ക് തിരിച്ചു വരിക. അപ്പം ഇങ്ങനെ ഒരു സുഖാസന പൊസിഷൻ, അതായത് ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്തതുപോലെ കൈ ഈ ചിൻ മുദ്രയിൽ വെച്ചിട്ട് കണ്ണ് ക്ലോസ് ചെയ്യുക, കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം ബ്രീത്തിങ് ശ്രദ്ധിക്കുക, അതായത് സാധാരണ നോർമൽ രീതിയിൽ ബ്രീത്ത് ചെയ്യുക. ഇനി ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും പാമിൻ്റെ നേരെ വെക്കുക, അതായത് ഇങ്ങനെ മടക്കി വെക്കുക. അതിനുശേഷം റൈറ്റ് നോസ്ട്രിൽ അടച്ചു വെക്കുക. അതിനുശേഷം ഇൻഹെയിൽ. അതുപോലെ തന്നെ ലെഫ്റ്റ് നോസ്ട്രിൽ അടച്ചു വെക്കുക. റൈറ്റ് നോസ്ട്രിലൂടെ എക്സ്ഹെയിൽ ചെയ്യുക. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. റൈറ്റ് നോസ്ട്രിലൂടെ ഇൻഹെയിൽ, എക്സ്ഹെയിൽ. ഇങ്ങനെ 4 തവണ മാറി മാറി ഓരോ നോസ്ട്രിൽസിലും ചെയ്യുക. നമ്മളിനി പഴയ ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുന്ന പോലെ സുഖാസനത്തിൽ ഇരിക്കുക. കൈ ചിൻ മുദ്രയെ പിടിച്ച് വെക്കുക, ഇങ്ങനെ ഈ പൊസിഷനിൽ. അതിനുശേഷം കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. അതിനുശേഷം നോർമൽ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. നോർമൽ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. കൂടെ പ്രേ സൈലന്റ്, നമ്മൾ സൈലന്റ് ആയിട്ട് പ്രേ ചെയ്യുന്നു. നോർമൽ ബ്രീത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്യുക.
പോസിറ്റീവ് ചിന്ത കൊണ്ടുകൊണ്ട് നിറയ്ക്കുക. പ്രേ സൈലന്റ്. ഓക്കെ, ഇപ്പം എല്ലാം മനസ്സിലായല്ലോ. 2 ആസനകളും മനസ്സിലായല്ലോ, ശലഭാസനയും ഭുജംഗാസനയും. ഇതോടുകൂടി നമ്മുടെ യോഗ സെഷൻ ഇവിടെ അവസാനിക്കുക. താങ്ക് യു.